ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി KPCC സംഘടിപ്പിക്കുന്ന ജാഥയ്ക്ക് ഫെബ്രുവരി 9-ന് തുടക്കമാകും. കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് 27-ാം തീയതി അവസാനിക്കുന്ന വിധമാണ് ക്രമീകരണം. രാഹുൽ ഗാന്ധി അടക്കം ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും ജാഥയുടെ തുടക്കവും സമാപനവും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ മുദ്രാവാക്യമുയർത്തി ഘടകകക്ഷികളെ കൂടി ഉൾപ്പെടുത്തിയാണ് ജാഥ. വിലക്കയറ്റം, വണ്ടിപ്പെരിയാർ വിഷയം, പോലീസ് വീഴ്ചകൾ, അവശ്യ സാധനങ്ങളുടെ ക്ഷാമം, മരുന്നുക്ഷാമം, അങ്ങനെ സർക്കാരിനെതിരെ എണ്ണിപ്പറഞ്ഞാകും ജാഥ. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പരിപാടി സംഘടിപ്പിക്കാനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും പിന്നീട് മാറ്റി. നിയമസഭ നടക്കുന്ന സമയമായതിനാലും KPCC അധ്യക്ഷൻ K സുധാകരന്റെ ചികിത്സ കഴിഞ്ഞെത്തുന്ന സമയവും പരിഗണിച്ച് ജില്ലകളിൽ 3-4 പൊതുപരിപാടി എന്നതിലേക്ക് മാറി. ജാഥ എത്താത്ത നിയോജക മണ്ഡലങ്ങളിലെ ആളുകളെ കൂടി ജില്ലകളിലെ മറ്റു പരിപാടികളിൽ പങ്കെടുപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ഫെബ്രുവരി 9-ന് തുടങ്ങുന്ന ജാഥ 27-ന് തിരുവനന്തപുരത്ത് അവസാനിക്കും. തിരുവനന്തപുരത്തെത്തുന്ന 24, 25 തീയതികളിൽ ജാഥയുണ്ടാകില്ല. ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ചാണ് ആ ദിവസങ്ങളിൽ ജാഥയ്ക്ക് വിശ്രമം. ജാഥയിൽ പങ്കെടുക്കേണ്ട സ്ഥിരാംഗങ്ങളെ ഉൾപ്പെടെ ഉടൻ തീരുമാനിക്കും. ഓരോ മണ്ഡലം കമ്മിറ്റിയും 10,000 രൂപ വീതം യാത്രയ്ക്കായി നൽകേണ്ടി വരും. പരമാവധി ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടിയാക്കി മാറ്റുകയാണ് ജാഥ. ജാഥയ്ക്ക് മുൻപ് തന്നെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ തീർക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ, ആലപ്പുഴ ജില്ലകളിലെ മണ്ഡലം കമ്മിറ്റികളുടെ പുനഃസംഘടന 5 ദിവസത്തിനകം തീർക്കണമെന്ന നിർദ്ദേശവും നേതൃത്വം നൽകിയിട്ടുണ്ട്. ഓൺലൈനായി ചേർന്ന KPCC നേതൃയോഗത്തിലാണ് തീരുമാനങ്ങൾ. റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.